സത്യത്തിലും ആരാധന. യേശുനാഥനെ അങ്ങേക്കാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം. സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നീശ്വരേ. 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 എൻ കാര്യവും എൻ വ്യവഹാരവും നടത്തിയിടുവാൻ ഒരു ദൈവമുണ്ട്. എൻ കാര്യവും എൻ വ്യവഹാരവും നടത്തിയിടുവാൻ ഒരു ദൈവമുണ്ട്. എൻ നിലവിളി കേട്ടിടുവാൻ യേശുവുണ്ട്, വിടുവിച്ചിടും. എൻ നിലവിളി കേട്ടിടുവാൻ യേശുവുണ്ട്, വിടുവിച്ചിടും. ജീവനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നീശ്വരേ. എൻ്റെ ഈശോയെ, ജീവനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നീശ്വരേ. ആരാധിക്കുന്നു, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവന്റെ ജീവനേ ഈശോയെ, സ്വന്തമേ എന്നീശ്വരേ. എന്നെ സ്വന്തമാക്കിയ ഈശോയെ, ജീവനേ ജീവൻ നൽകി സ്നേഹിച്ചവനെ, ജീവനേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ നോക്കി പാടാം. ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച് ഈശോയെ നോക്കി പാടാം. ജീവന്റെ ജീവനേ സ്വന്തമേ എന്നീശ്വരേ. ജീവനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നീശ്വരേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നത് അങ്ങയുടെ കാരുണ്യമാണെന്ന് തിരിച്ചറിയുന്നു. ഒരുപാട് കുറവുകളുണ്ടായിരുന്നിട്ടും, ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കാരുണ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് മോശ വഴി ഫറവോയോട് അരുളി ചെയ്ത ആ വാക്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈശോയെ ആരാധിക്കുക എന്നുള്ളത്. ജീവൻ നൽകി പരിപാലിക്കുന്നതിന്, സങ്കടങ്ങളിൽ വഴി നടത്തുന്നതിന്, ജീവിതം
വഴിമുട്ടിപ്പോയ അവസരങ്ങളിൽ കൈക്ക് പിടിച്ച് മുന്നോട്ട് നടത്തുന്നതിന് ഒക്കെ ഈശോയ്ക്ക് ആരാധന അർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ദൈവമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ നോക്കി ഉള്ളിലുള്ള ആരാധനയുടെ പ്രകരണങ്ങൾ ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു എൻ്റെ യേശുവേ. ആരാധിക്കുന്നു യേശുവേ. ആരാധിക്കാം ഈശോയെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമപ്പെടുത്തുന്നതിനും ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും ഈ വചനധ്യാനം നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയം ഈശോയുടെ സന്നിധിയിലിരുന്ന് അവിടുത്തെ ശ്രവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ശ്രവിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനു വേണ്ടി ഒരു വിശ്വാസി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്പനേരം നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈശോ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. സഹായകനായ പരിശുദ്ധാത്മാവ്, കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ജീവിതത്തിൻ്റെ വഴികളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് നമ്മുടെ ഉള്ളത്തിലേക്ക് വീണ്ടും വന്ന് നിറയപ്പെടുന്നതിന് ഈ വചനധ്യാനം ഉപകാരപ്രദമായി മാറട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന് ദൈവവചനം പഠിപ്പിക്കുന്ന ലളിതമായ ചില വഴികളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ഒന്നാമതായി നമുക്കോരോരുത്തർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. പശ്ചാത്താപവും അനുതാപവും ഈശോയുടെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കൂടിയേ തീരുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ആ വചനം പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, എല്ലാവരും പാപമോചനത്തിനായി ഈശോമിശിഹായുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പശ്ചാത്തപിക്കുകയും ഈശോയുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ് അർത്ഥം? പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴികളിൽ കൂടി നടന്നു നീങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം യോഗ്യമായി തീരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചോർത്ത്, പോരായ്മകളെക്കുറിച്ചോർത്ത് കരുണയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ അനുതപിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചോർത്ത്, പോരായ്മകളെക്കുറിച്ചോർത്ത് അനുതാപാർദ്രമായൊരു ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയും
ഈശോയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ദീർഘമേറിയ ഒരു സംഭാഷണമാണത്. ദീർഘമായ സമയം സമരിയാക്കാരി സ്ത്രീയോട് സിക്കാറിലെ കിണറ്റിൻകരയിൽ ഈശോ സംസാരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സമരിയാക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചത്? ഗുരു, അവിടുത്തെ കൈകളിലുള്ള നിത്യജീവൻ്റെ ജലം എനിക്കും നൽകണം. പക്ഷേ ഈശോ അവളോട് എന്താണ് പ്രതികരിച്ചത്? ഈശോ എന്താണ് സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്? നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു പക്ഷേ തിരുത്തേണ്ട ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ച് തന്നേക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്നുള്ള ഹൃദയത്തിലെ നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെ ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലെ കുറവുകളെ ഈശോ കാണിച്ചു തരും. കുറവുകളെ നമുക്ക് തിരുത്താം. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുകയും പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴികളിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുതാപം കൂടിയേ തീരുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ദാഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവിയൊഴുകും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ് ദാഹിച്ചു പ്രാർത്ഥിക്കുക. ദാഹിച്ചു പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയില്ല. മക്കളുടെ അവകാശമാണ് സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവ്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന, ജീവിതത്തെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൃദയത്തിൽ വിനയമുണ്ടാവുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ എളിമയുണ്ടാവുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പാടി പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഒരു ദാസ്യ മനോഭാവത്തോടുകൂടി, എളിമയുള്ള ഹൃദയത്തോടുകൂടി, വിനയമുള്ള മനസ്സോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കുറിച്ചു വെക്കുന്നത്, ദൈവം അഹങ്കാരികളെ ചിതറിക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എളിമയോടെ പ്രാർത്ഥിക്കാം. ഞാനെന്ന ഭാവമോ എൻ്റെ സ്വാർത്ഥതയോ ഉള്ളിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന് നിറയപ്പെടാനാവാത്ത ഒരു സാഹചര്യമുണ്ടാകുന്നു. അതൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിലിരുന്ന് ജീവിതത്തിലെ നന്മകളൊക്കെയും ദൈവത്തിൻ്റെ അനന്തമായ കൃപയും കരുണയുമാണെന്ന് തിരിച്ചറിയാനുള്ള വിനയമുള്ളിലുണ്ടാകുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈശോ ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞു നൽകുന്ന ആ വഴികളെ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വഴി. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വഴി. ഹൃദയത്തിൽ എളിമയും വിനയവും സൂക്ഷിച്ച് ജീവിതത്തിലെ നന്മകൾക്കും കൃപകൾക്കും കാരണം ദൈവമാണെന്ന് ഏറ്റുപറയാനുള്ള വിനയത്തിൻ്റെ വഴി. പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എളിമയുടെയും വിനയത്തിൻ്റെയും വഴികളിൽ കൂടി നടന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സമ്മാനമായ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയ അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന അനുഗ്രഹീതമായ ഈ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പറഞ്ഞു നൽകുന്ന വഴികൾ ഞങ്ങൾക്കും കൂടിയേ തീരുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വയ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ളവരാണ് ഞങ്ങൾ. ചില തെറ്റുകളിലൊക്കെ പെട്ടപ്പോഴും അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അതൊക്കെയും വിശ്വസിച്ച് തെറ്റിനെ പോലും പലപ്പോഴും ന്യായീകരിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നൽകണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നോക്കാം. കുരിശുമരണം വഴി, പീഡാസഹനം വഴി, ഉത്ഥാനം വഴി, സ്വർഗാരോഹണം വഴി ഈശോ നേടിത്തന്ന ദൈവീക കൃപകൾ പാഴാക്കിക്കളഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുതാപം കൂടിയേ തീരുവെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഈശോയുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും നൽകപ്പെടും. വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചോർത്ത് അനുദപിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടോ? ഉറപ്പാണ്, പരിശുദ്ധാത്മാവിനാൽ നിന്റെ ആത്മാവ് നിറയും. ഈശോയുടെ ആത്മാവിനാൽ നിന്റെ കുടുംബം നിറയും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചോർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിവേറിയുണ്ടെന്ന് അഹംഭാവമോടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടുപോയി. അപരന്റെ മുൻപിൽ മികവേറെ നാഥ, അവിടുത്തെ മുൻപിൽ കുറവേറെ നാഥ. ആരും കാണാത്തതെല്ലാം ആഴം കാണുന്ന നാഥ, അനുതാപമായി എൻ ദൈവമേ എന്നിൽ അണയൂ. കരയാൻ എനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപത്തിന്റെ വരം കൊണ്ട് നിറയട്ടെ ഹൃദയം. എനിക്കൊരു കരളേകുനാഥ, അനുദപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. പശ്ചാത്തപിക്കുന്നവരെ സ്വീകരിക്കുന്ന ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. അനുതാപമേറിയ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പശ്ചാത്തപിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകപ്പെടുമെന്നുള്ള ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം. ഈശോ പറഞ്ഞു നൽകിയ രണ്ടാമത്തെ വഴി ദാഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിരന്തരം പ്രാർത്ഥിക്കുക, ദാഹിച്ച് പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ
അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, പരിഗണന ലഭിക്കാനുള്ള ദാഹം, സമാധാനം ലഭിക്കാനുള്ള ദാഹം. സ്നേഹമുള്ളവരെ, എല്ലാത്തിനും ഉത്തരം ഈശോയുടെ കൈകളിലുണ്ട്. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ വഴിയും കൂടി നമുക്ക് ഓർമ്മിക്കാം. ദാഹിച്ച് പ്രാർത്ഥിക്കാം, ചോദിച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈശോയോട് ചോദിക്കാം, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ മക്കളുടെ മനസ്സ്, ബുദ്ധി, ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ജോലിക്കായി ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ജീവിതാന്തസ് കണ്ടെത്താൻ വിഷമിക്കുന്നവരുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ദാഹിച്ച് പ്രാർത്ഥിക്കാം, ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പരിശുദ്ധാത്മാവേ, നിറയണമേ. ദാഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ആത്മാവിനെ ആശ്വാസദായകനേ, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. തന്നാലും നാഥ നിൻ ജീവനേ, പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. തന്നാലും നാഥ നിൻ ജീവനേ, നിത്യ സഹായകനേ. ഈശോയെ, അങ്ങ് പഠിപ്പിച്ച വഴികൾ മനസ്സിലോർത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു, ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു. അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു. എൻ്റെ ദാസീദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ ദാസീദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഒരു ദാസനെ പോലെ, ഒരു ദാസിയെപ്പോലെ എളിമയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്കാണ് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. എളിമയോടെ, വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചത് ഈശോയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസ്യ മനോഭാവത്തോടുകൂടി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ വ്യാപരിച്ച പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എളിമയോടെ, വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ. നിന്ദാസനായി ഞാൻ മാറിടുവാൻ, നിന്ദാസിയായി ഞാൻ മാറിടുവാൻ, നിന്ദാസനായി ഞാൻ മാറിടുവാൻ, നിന്ദാസിയായി ഞാൻ മാറിടുവാൻ. ആത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, ആത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക.
കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതങ്ങളിലേക്ക്, തിരുസഭാ ശുശ്രൂഷകരുടെ ജീവിതങ്ങളിലേക്ക്, സുവിശേഷ വേല ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും ജീവിതങ്ങളിലേക്ക് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് നിറയണമേ. ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ശ്രവിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. പശ്ചാത്തപിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം, ചോദിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം, എളിമയോടെ വർത്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം. എളിമയും നിരന്തരമായ പ്രാർത്ഥനയും ഹൃദയത്തിൻ്റെ അനുതാപവും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനെ പ്രിയങ്കരമാക്കി മാറ്റട്ടെ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ ആശീർവാദത്തിനായി സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.